അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവിടെ ഇറങ്ങി പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ണിക്കണ്ണ ബാക്കിൽ വണ്ടി ബെൻസാണ് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആകെ ഇതായിട്ട് എന്നിട്ട് ആ ചെരുപ്പ് ഊരിയിട്ട് തൊട്ടുനൂറ് വെച്ചിട്ട് ഞാൻ ബെൻസിൽ കയറി നനച്ച വണ്ടി കയറി നനച്ചിടത്ത് പോകാൻ മുടിയത്. അതൊക്കെ கொஞ்ச നേരം പ്ലാറ്റ്ഫോമിൽ നിന്നതാകണം. അപ്പോൾ தான் அந்த இடத்துக்கு പോകാൻ முடியும். ഉണ്ണി അത് കറക്റ്റാ ഡയലോഗ് അങ്ങനെ തന്നെ നോക്കൂ. തെറ്റിയിട്ടുണ്ടല്ലേ? പറയട്ടെ. கொஞ்சம் പേർക്ക് നമ്മളെ പിടിക്കാൻ இருந்தா അപ്പോൾ അത് ലൈഫിൽ கொஞ்சம் ജ്യോതിഷം അത് കുറച്ച് അപ്പോൾ നമ്മൾ എന്താണ് അങ്ങനെ ശരിക്കും വെളിയിറങ്ങി നടക്കേണ്ടതാണ് കേട്ടോ. രസം അതിയായാലും വിഷമം കിട്ടാ. ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്. ഇതെൻ്റെ പുത്തൻ റൈബൻ ഗ്ലാസ്സാണ്. സവാരി ഗിരിഗിരി. അത് വേണ്ട കേട്ടാ. ലാലേട്ടൻ്റെ വേറെ ഏതെങ്കിലും ഡയലോഗ് അറിയോ? എൻ്റെ മോളെ ബോംബെ കണ്ടിട്ടുണ്ടോ? ബോംബെ ഇപ്പം മുംബൈ എന്ന് പറയും. ഒറ്റ രാത്രി കൊണ്ട് ഞാനത് വൃത്തിയാക്കിയതാണ് അവിടെ. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഉണ്ണിക്കണ്ണനാണ്. നമുക്ക് ഉണ്ണിക്കണ്ണനെ സ്വാഗതം ചെയ്യാം. ഉണ്ണിക്കണ്ണ, വെൽക്കം. നേഷൻ ന്യൂസ് ലൈവിന്റെ ഫസ്റ്റത്തെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ണിക്കണ്ണൻ നേഷൻ ന്യൂസ് ലൈവിന്റെ ഇന്റർവ്യൂ തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ ഇന്റർവ്യൂവിന് കഴിഞ്ഞതിന് ശേഷം ഉണ്ണിക്കണ്ണൻ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആ മാറ്റം എന്ന് പറയുമ്പോൾ എങ്ങനെ പറയുക ചോദിക്കുക, അതൊരു സ്വപ്നമാണ്. എന്താന്ന് പറയാം, ഇപ്പോഴും എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഉണ്ണിക്കണ്ണൻ ആദ്യം നനച്ച ട്രെയിന് പറഞ്ഞിട്ടാണ് ഇതായത്. ആ നനച്ച ട്രെയിനിൽ കയറി ഒരുപാട് കള്ള ട്രെയിൻ കയറി പോയിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാവുകളിലും കൊതുകുകടി കൊണ്ടും റെയിൽവേ സ്റ്റേഷനിലും കിടന്ന ട്രെയിനിലും പോയി ഇരിക്കാൻ സീറ്റില്ലാണ്ട് നിലത്ത് കിടന്ന് പോയൊരു ഉണ്ണിക്കണ്ണൻ ഇന്നിപ്പോൾ നനച്ച വണ്ടി അത് മെട്രോ വരെ ഏറ്റെടുത്തു. പിന്നെ അതേ ഡയലോഗ് മെട്രോ വരെ നമുക്കത് പ്രൊമോഷൻ ചെയ്തു. അതിന് ഒരുപാട് ഈ 4ാം ക്ലാസ്സുകാരൻ ഉണ്ണിക്കണ്ണൻ മംഗലം ഈ 4 വരെ പഠിച്ച കുറേ ആൾക്കാർ പഠിപ്പും വിവരവും ഇല്ലാത്ത നീയൊക്കെ എങ്ങനെ സിനിമയിൽ വരും? ഈ പഠിപ്പും വിവരത്തിലൊന്നുമല്ല ഒരു 4ാം ക്ലാസ്സുകാരൻ ഉണ്ണിക്കണ്ണൻ ഇവിടം വരെ എത്തിയെങ്കിൽ ആ ഉണ്ണിക്കണ്ണൻ AC ട്രെയിനിലിരുന്നിട്ട് തിരുവനന്തപുരം വരെ പോയി ആർദ്ര വിളിച്ചിട്ട് ഒരു പരസ്യത്തിന് പോയതാണ് പെനോയിലിൻ്റെ. അവിടെ പോയി വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഒന്ന് AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറാൻ പറ്റുമെന്ന്. അത് കയറി അവർ വിളിച്ചിട്ട് പരസ്യത്തിന്. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് അവിടെ ഇറങ്ങി പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ണിക്കണ്ണ ബാക്കിൽ വണ്ടി ബെൻസാണ് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആകെ ഇതായിട്ട് എന്നിട്ട് ആ ചെരുപ്പ് ഊരിയിട്ട് തൊട്ടുനൂറ് വെച്ചിട്ട് ഞാൻ ബെൻസിൽ കയറിയത്. അപ്പോൾ ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടുക. ഇപ്പോൾ ഒരു BMW അല്ല ഒരു ബെൻസൊക്കെ വാങ്ങാൻ ഉണ്ണിക്കണ്ണന് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹം ബെൻസിൽ കയറണം. അതെന്തായാലും കുറേ ആൾക്കാരിനെ കൊണ്ട് ചോദിച്ചു, അത് നടന്നില്ല. അത് തിരുവനന്തപുരത്ത് പരസ്യത്തിന് ആർദ്രയാണ് വിളിച്ച പരസ്യത്തിന്. അതിൻ്റെ എല്ലാ ക്രൂവിനും ഡയറക്ടർ സാറിനും അതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ബെൻസിൽ കയറാൻ പറ്റിയതിനും എന്നെ നനച്ച ട്രെയിനിൽ AC അവിടം വരെ പോയി അവിടെ സുഖമായി ഉറങ്ങാൻ പറ്റി. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ ലാസ്റ്റ് ഇന്റർവ്യൂവിലെ ഡയലോഗ് മുതൽ നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. നനച്ച വണ്ടി കയറിയ നനച്ചിടത്ത് പോകാൻ മുടിയത്. അതൊക്കെ கொஞ்ச நேரம் நம்ம പ്ലാറ്റ്ഫോമിൽ നിന്നതാകണം. அப்போதான் அந்த வண்டி வரும். அப்போதான் நம்ம அந்த இடத்துக்கு போக முடியும். TVK മാനാട് പോയിട്ട് റോഡിൽ നിന്ന് കരഞ്ഞു എന്നൊക്കെ വന്നിരുന്നല്ലോ. അതൊക്കെ പട്ടി ഷോ ആണെന്നാണ് കമന്റുകളിലൂടെ നമുക്ക് മനസ്സിലായത്. എന്താണ് ഉണ്ണിക്കണ്ണൻ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണോ, അപ്പോൾ എന്ത് പരിപാടിയാണെങ്കിലും അതിൻ്റെ ബാക്കിൽ നടക്കണം ഒന്നും അറിയില്ല. ഇപ്പം നമ്മളവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, അതിപ്പോൾ ക്യാമറയുടെ ബാക്കിൽ എന്താ നടക്കണത് ഇപ്പോൾ ഒന്നും അറിയില്ല. അതിൽ വർക്ക് ചെയ്യണവർ അങ്ങനെ കുറേ അതൊന്നും നമ്മൾ ആരും അറിയില്ല. അന്ന് അവിടെ നടക്കുന്നത് അവർ ഒരു ഓഡീഷൻ എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഒരു പേടിക്കണ ഒരു സംഭവം, ഞാനൊരു വില്ലനായിട്ട് പിന്നെ ഒരു പൊട്ടന്മാരിനെ പോലെ ഒരു ഇതും ചെയ്യുക, അങ്ങനെ 2-3 ഇത് ചെയ്യാറുണ്ട്. ഒരു പേടിച്ചിട്ട് അപ്പോൾ അത് അവിടെ പോയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഇതാരും ഈ വിജയണ്ണൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാനൊരു ഓഡീഷന് ചെയ്യണം ഇന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവരിതൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു ഓഡീഷന് ചെയ്യണമെന്ന് കട്ട് ചെയ്തിട്ടാണത്.
അതെല്ലാവരും ഇപ്പോൾ അത് വിചാരിക്കേണ്ട എന്താ അങ്ങനെ ചെയ്യണമെന്ന്. അതൊരു ഓഡീഷന് പോയി ചെയ്യുന്ന സംഭവമാണ്. അതാണ്. അപ്പൊ പട്ടി ഷോ ആണെന്നൊക്കെ പറയാനൊക്കെ കരഞ്ഞത് അത് ഓഡീഷന് വേണ്ടി ചെയ്തതാണ്. അത് ഓഡീഷന് വേണ്ടിയിട്ട് അത് ഞാൻ പ്രത്യേകിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വിജയണ്ണൻ്റെ ഫോട്ടോ പിടിച്ചിട്ട് ഞാൻ എന്താണ് ഇത് കറക്റ്റായിട്ട് ഞാനൊരു ഓഡീഷന് പോയി ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. അതവർ കട്ട് ചെയ്തിട്ടാണ്. അതെൻ്റെ പേരിൽ തെറ്റല്ല. അത് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നവർ ക്ഷമിക്കുക. അതൊരു ഓഡീഷന് ചെയ്താണ്, അത് കട്ട് ചെയ്തിട്ടാണ്. ഡയറക്ടർ ലോകേഷ് കനകരാജിനൊപ്പം സെൽഫി എടുത്ത് വൈറലായല്ലോ. അത് വൈറൽ. അപ്പോ അതില് ഞാൻ അടുത്ത കമന്റ് വന്നത് അടുത്ത സിനിമയില് ഉണ്ണിക്കണ്ണൻ എൻട്രി ആവാൻ പോവാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഈ ഉണ്ണിക്കണ്ണൻ മങ്ങളുണ്ടാകുമ്പോൾ 4ാം ക്ലാസ് വരെ പഠിച്ച് ഉണ്ണിക്കണ്ണൻ മങ്ങളുണ്ടാവും. അത്രമാത്രം ദൈവത്തിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ബാക്കി ദൈവവും പിന്നെ എന്നെ സഹായിച്ച് നിങ്ങളെല്ലാവരും, എൻ്റെ കൂട്ടുകാരൻ മൻസൂറും വിവേകും പാലക്കാട് ചമ്മിച്ച് അങ്ങനെ എടുത്ത് പറയുമ്പോൾ കുറേ പേരുണ്ട്. എല്ലാവരും വരും മാത്രം ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ഇഷ്ടം പോലെ സിനിമയിൽ തന്നെ ഇഷ്ടം പോലെ ആളുണ്ട്. അപ്പോൾ അത് ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ തലയിൽ ആ പടത്തിൽ ബാക്കിൽ വരണം പറഞ്ഞാൽ നടന്നിരിക്കും. ആ ദൈവത്തിൻ്റെ ഒരിതാണ്. ഏത് പടത്തിലും നമ്മുടെ തല അത് പടത്തിലൊരു മുഖം കാണിക്കണമെന്ന് എന്നോ നമ്മൾ ജനിച്ച് വരുന്ന സമയത്ത് ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇവിടെ വരണമെന്ന് എൻ്റെ തലയിൽ എന്നോ എഴുതി വെച്ചതാണ്. അതാണിപ്പോൾ നടന്ന ഓരോ ദിവസത്തെ ഓരോ കാര്യങ്ങളും അത് ദൈവം എഴുതി വെച്ച പോലെയാണ്. അതേ നടക്കുകയുള്ളൂ. നമ്മൾ എന്ത് വിചാരിച്ചാലും ദൈവം ഓരോ വിചാരിച്ച പോലെ നടക്കുകയുള്ളൂ. ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത സിനിമ ഏതൊക്കെയാണ്? ഇപ്പം ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സിൻഡോ സണ്ണി എന്താണ് പാപ്പച്ച ഒളിവിലാണ് പറഞ്ഞ പടം ചെയ്ത ഡയറക്ടർ ജബു ജേക്കബ് സാറിൻ്റെ കൂടെയുള്ള ആളുടെ പടമാണ്. എനിക്ക് മേഘം മൂസയിൽ വിളിച്ച് വേഷം തന്നു. മേഘം മൂസയിൽ ഫസ്റ്റ് ലൊക്കേഷൻ ഷൂട്ടിങ് നടക്കണമെന്ന് പറഞ്ഞിട്ട് പ്രദീപ് ഏട്ടനെ വിളിച്ചു. മണ്ണാർക്കാടുള്ള പ്രദീപ് ഏട്ടനാണ്. അപ്പോൾ ഞാൻ ഏത് സെറ്റിൽ പോലും പ്രൊഡക്ഷൻ, മേക്കപ്പ്, യൂണിറ്റ്, ആർട്ട് എല്ലാവരുടെയും നമ്പർ വാങ്ങും. അസിസ്റ്റൻറ്റ് ഡയറക്ടർ, നടന്മാർ അവരിനെയൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പോവുക. അങ്ങനെ സിൻഡോ ചേട്ടൻ ഈ പടത്തിൽ ഇങ്ങനെ ഈ ഇടയ്ക്ക് ഞാൻ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് വിജയ് സാറിനെ കാണാം. അപ്പോൾ അന്ന് മഴയും ഇതൊക്കെ ആയിട്ട് കരൂർ എത്തിയിട്ട് ഇരിക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് വരും, ഉണ്ണിക്കണ്ണ എന്ന് വിളിക്കണം പറഞ്ഞിട്ട്. വിളിച്ചപ്പോൾ സിൻഡോ ചേട്ടൻ ഉണ്ണിക്കണ്ണ നമ്മുടെ പടമുണ്ട്, പടത്തിന് വരണം പറഞ്ഞു. അങ്ങനെയാണ് പാപ്പച്ച ഒളിവിലാണ് പറഞ്ഞ് വിളിച്ച് ശല്യം ചെയ്തിങ്ങനെ. അപ്പോൾ സിൻഡോ ചേട്ടൻ പറഞ്ഞു എല്ലാ പടത്തിലും ഇപ്പോൾ അഭിനയിക്കാൻ പറ്റും, എല്ലാത്തിലും ഒരു ക്യാരക്ടർ വേണ്ട. ഇതിപ്പോൾ സിൻഡോ ചേട്ടൻ നേരിട്ട് വിളിച്ചിട്ട് എനിക്ക് എന്താണ് ലോട്ടറി കച്ചവടക്കാരൻ, അതാണ് ഡയലോഗൊക്കെ ഉണ്ട്. ചെറിയൊരു വേഷമുള്ളൂ. ചെറുതാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ചെറുതെന്നാണ് വലുതാകുക. ചെറുതാണെങ്കിൽ പോലും നമ്മൾ ആ ക്രൂവിൽ എത്തിപ്പെടുക, എല്ലാവരുമായിട്ട് നമുക്ക് പരിചയം ഒന്നും കൂടെ പുതുക്കുക. അതൊക്കെ അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം ചെയ്തു. ഇനിയും കൂടുതൽ സിനിമകളിൽ ഉണ്ണിക്കണ്ണനെ കാണാം. ഇനിയിപ്പോൾ അടുത്തത് നടൻ ബാലച്ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ജോഷി സാറിൻ്റെ ഈ വർഷം എൻ്റെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജബു ജേക്കബ് സാറിൻ്റെ, പിന്നെ ഒരു തമിഴ്, പിന്നെ മാത്യുവിൻ്റെ പടം പറഞ്ഞിട്ടുണ്ട്. വലിയ സെലിബ്രിറ്റി ആയല്ലോ ഉണ്ണിക്കണ്ണ. നമ്മൾ സാധാരണക്കാരനാണ്. ഞാൻ 4ാം ക്ലാസ് വരെ ഉണ്ണിക്കണ്ണൻ, ഞാൻ മംഗൾഡാമിൽ എന്നും ഒരേപോലെ ഉള്ളവനുണ്ട്. നേഷൻ ന്യൂസ് ലൈവിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പരസ്യങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിപ്പോൾ വിളിച്ചത് ആർദ്രരാജിൻ്റെ തിരുവനന്തപുരത്തുള്ളത്, അവർ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പരസ്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഇറങ്ങാൻ പോണത് എന്താണ് കുമരേഷ് ഏട്ടൻ്റെ ഒരു പരസ്യമുണ്ട്. അത് ഗവൺമെൻറ് പരസ്യമാണ്, ആരോഗ്യ വകുപ്പിൻ്റെ അടുത്ത് ഇറങ്ങാൻ പോണത്. ലോകേഷ് കനകരാജിന്റെ കൂടെ ഫോട്ടോ എടുത്തല്ലോ. അപ്പോൾ അവിടെ നടന്ന സീക്വൻസിനെ കുറിച്ചൊന്നും പറയും. അത് പറയാം. അപ്പോൾ ഞാനിങ്ങനെ എവിടെ പോവുകയാണെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ നേരെ ലോകേഷ് അണ്ണൻ്റെ വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചു. ലോകേഷ് സാറിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഒരാഴ്ചയായിട്ട് അവിടെ കാണാൻ വേണ്ടി നിൽക്കണു. ഒരാഴ്ച അപ്പോൾ അവിടെ പോയിട്ട് നിൽക്കണു. ആ പോയ ദിവസമാണ് ആൾ 10 മണിയായിട്ടുള്ള അവിടെ രാവിലെയാണ് വന്നങ്ങനെ ഇരിക്കുമ്പോൾ നേരെ 2ാം നിലയിലാണ്. നേരെ കയറിപ്പോയി വീട്ടിൽ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഞാൻ താഴത്ത് ആദ്യം നിൽക്കുമ്പോൾ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഞാനപ്പോൾ അവിടെ ഒരാളുണ്ട്, അവിടെ ഉണ്ടാ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല, നമ്മൾ അത്രയും കാണാൻ ആഗ്രഹം. അപ്പോൾ പോയപ്പോൾ ഒരാളിനെ കൊണ്ട് ചോദിച്ചാൽ സ്റ്റെപ്പിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സാറുണ്ടാ ചോദിച്ചപ്പോൾ സാർ ഇരിക്കുക. അപ്പോൾ ഇருக்கு സത്യമാ അമ്മ സത്യമാ. അപ്പോൾ എനിക്ക് നമ്പ മുടിയില്ല, വിശ്വസിക്കാൻ പറ്റില്ല. സാർ ഉണ്ടാ ചോദിക്കും. ഇവിടെ ഉണ്ട് പറയാം. എന്നിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഞാനിങ്ങനെ ആരും എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുകളിൽ ആ കറുത്ത ബനീനും സാറിടുന്ന ആ ബനീനും ഇട്ടിട്ട് ഒരാളിങ്ങനെ ഫോണിൽ സാറ് പറഞ്ഞപ്പോൾ സാറ് കൈ കാണിച്ച് ഇങ്ങോട്ട് വാ പറഞ്ഞു. നേരെ കയറിപ്പോയി. അവിടെ പോയിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്ത് സംസാരിച്ച് അങ്ങനെയാണിത്.
ഉമ്മ വെക്കണമെന്നും പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കണ്ടല്ലോ. എന്നിട്ട് കുറേ നേരം സംസാരിച്ച് എൻ്റെ ഫോട്ടോ ഇവിടെ മംഗൾഡാമുള്ള സന്തോഷേട്ടനുണ്ട്, മദർലാൻഡിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ കുറേ വിജയ് സാറിൻ്റെ എത്ര ഫോട്ടോ ഉണ്ട്. ഞാനൊരിക്കൽ ആൾ കാല് വയ്യാതെ ഇരിക്കുമ്പോൾ ചേട്ടാ അങ്ങനൊരു എനിക്ക് ഫോട്ടോ വേണം വിജയ് സാറിനെ കാണാനുള്ളത് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നീ അവിടെ പൊക്കോ. അപ്പോൾ എത്ര പൈസ? നീ പൈസയൊന്നുമല്ല, നീ അവിടെ പോക്കോ പറഞ്ഞു. ഇന്ന് വരെ ഞാൻ ഫോട്ടോ എടുത്തിട്ടോ എൻ്റെ ഫോട്ടോ വിജയ് സാറിൻ്റെ ഫോട്ടോ വന്നിട്ടോ ഒരു രൂപ പോലും ആൾ വാങ്ങിയിട്ടില്ല. അത്രയും സപ്പോർട്ടാണ്. അവിടെ ഒരു പയ്യനും എന്നിട്ട് അങ്ങനെയാണ് സന്തോഷമായിട്ട് കടയിൽ പോയി ഫോട്ടോ കൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് ലോകേഷ് സാറിന് അതിൽ കൊടുത്തത്. ഡയറക്ടർ ലോകേഷ് കനകരാജിൻ്റെ അടുത്ത പടത്തിൽ ഉണ്ണിക്കണ്ണനാണ് നായകൻ എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് ഉണ്ണിക്കണ്ണന് പറയാനുള്ളത്? നിങ്ങളത് അറിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ലോകേഷ് അണ്ണനെ തീരുമാനിക്കണ്ടേ. എന്തായാലും ഭാഗ്യം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വേഷം ചെയ്യും. നായകനാണെന്നൊന്നും അത് എനിക്ക് നായകനാകുക വേണ്ട. എന്തെങ്കിലും എല്ലാ പടത്തിലും ഉണ്ണിക്കണ്ണന് തമിഴാണെങ്കിൽ മലയാളമാണെങ്കിൽ മുഖം കാണിക്കണം, നായകനായിട്ടൊന്നും വേണ്ട, ഭാവമാകണം എന്നുള്ളൂ. അതിപ്പോൾ സൂര്യ സാറാണെങ്കിലും അജിത് സാറാണെങ്കിലും വിക്രം അണ്ണനാണെങ്കിലും ധനുഷണ്ണനാണെങ്കിലും വിജയ് സാറിൻ്റെ കൂടെയും പിന്നെ ലാലേട്ടൻ, മമ്മൂക്ക, രാജുവേട്ടൻ, ടോവിനോ ചേട്ടൻ, ദിലീപ് ഏട്ടൻ, തമിഴിലാണെങ്കിൽ പ്രഭാസ് അണ്ണൻ, പിന്നെ അല്ലു അർജുൻ സാർ, ഇവർ എല്ലാവരുടെ കൂടെ അഭിനയിക്കണമെന്നാണ്. നായകനെന്നാകണ്ട, അതിലൊരു ഭാഗമാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി നമുക്ക് ഉണ്ണിക്കണ്ണന്റെ വിവാഹത്തിലേക്ക് പോവാം. ഇപ്പൊ സെലിബ്രിറ്റി ഒക്കെ ആയി. സെലിബ്രിറ്റി അല്ല, സാധാരണക്കാരൻ. എനിക്ക് അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതാണ്, എന്തോ ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, പിന്നെ എൻ്റെ മൻസൂർ, വിവേക്, പിന്നെ ദൈവം എല്ലാവരും, പിന്നെ എൻ്റെ വിജയണ്ണൻ. അപ്പൊ ഉണ്ണിക്കണ്ണന്റെ വിവാഹ സങ്കല്പം എല്ലാവരും കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് ഉണ്ണിക്കണ്ണന്റെ വിവാഹം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഉണ്ണിക്കണ്ണന്റെ വിവാഹ സങ്കല്പം? എല്ലാം നമ്മൾ ജനിച്ചു വരുന്ന പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് എവിടെയോ ദൈവമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കണം. അത് സമയമാകുമ്പോൾ നടക്കും. ഉണ്ണിക്കണ്ണൻ കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ലല്ല, നമ്മളെയൊക്കെ ആരും നോക്കാനാണ്. നമ്മളെന്ന് ആരും നോക്കാനാണ്. അപ്പൊ നമുക്ക് ദൈവം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, അത് ആ സമയമാകുമ്പോൾ അത് വന്നു ചേരുന്നു വിചാരിക്കുന്നു. അടുത്ത എപ്പോഴെങ്കിലും ഉണ്ടാവോ ഉണ്ണിക്കണ്ണന്റെ വിവാഹം? അത് അടുത്ത് തന്നെ ഉണ്ടാവും. ഉറപ്പിച്ചോ? ഉറപ്പിച്ചിട്ടില്ല, അടുത്ത് തന്നെ അത് ഉണ്ടാവും. എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ, എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ ദൈവം ഉണ്ടാവും. എന്തായാലും ഉണ്ണിക്കണ്ണന്റെ വിവാഹം ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാവും എന്നാണ് ഉണ്ണിക്കണ്ണൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വിവാഹത്തിന് വേണ്ടി പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം ദൈവത്തിനെ വിളിച്ചപ്പോ നമ്മൾ അത്രയും ദൈവത്തിനെ വിളിക്കണം. എന്തായാലും ഒരു വർഷത്തിനുള്ളിലൊക്കെ എന്തായാലും ഉണ്ടാവും. ഉണ്ണിക്കണ്ണനെ പോലെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ് ഉണ്ണിക്കണ്ണന് പറയാനുള്ളത്? അത് പറയാനുള്ള ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ചാലക്കുടിയിലുള്ളതാണ്, അനിൽ മാരാങ്കോട് എന്നാണ് ആൾ. ഈ ഇടയ്ക്ക് മരിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ജീവിതത്തിൽ ദൈവം നമ്മൾ ആദ്യം തുടക്കം പരീക്ഷിക്കുകയുള്ളൂ. ആ പരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ വീണ് തകർന്നു പോകരുത് എന്നാണ് ഞാൻ പറയും. ഈ 4ാം ക്ലാസ്സുകാരൻ ഉണ്ണിക്കണ്ണൻ മംഗൾഡാമ്. ഇങ്ങനെ എനിക്കും ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. മരിക്കണം, ഈ ലോകത്ത് നമ്മൾ അത്ര ഇതാണ്. നേരത്തേക്ക് അച്ഛൻ ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ വർക്കില്ലാതെ ഇരിക്കുമ്പോൾ ഒരാൾക്കാർ പറയും ഇവൻ എവിടെ, വീട്ടിൽ തന്നെ. അപ്പോൾ നമ്മുടെ വേദനകളും കഷ്ടപ്പാടൊക്കെ നമ്മൾ എത്ര ഉണ്ടെങ്കിലും അതൊരു ടെൻഷനാക്കി, വേദനയാക്കി മനസ്സിലോ തലയിലോ വെച്ച് അത് ഒരു ടെൻഷനാക്കി വെക്കരുത്. അപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ കൂട്ടുകാരൻ മരിച്ചു. അപ്പം ഞാൻ പറയാനുള്ള എന്താണെന്നറിയോ, ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ആകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിജയണ്ണൻ്റെ ഒരു ഡയലോഗുണ്ട്, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കണ്ടല്ലോ, എതിർക്കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ വഴി കറക്റ്റാണ്. അതിൽ സങ്കടങ്ങളും കഷ്ടപ്പാടും വേദനയും വർക്കില്ലാണ്ടും നെഞ്ച് പിടഞ്ഞ് നമ്മൾ വീട്ടിലിപ്പോൾ വൈകിട്ട് കിടക്കുമ്പോൾ മാനം നോക്കി കണ്ണ് കലങ്ങി കിടക്കുമ്പോൾ അങ്ങനെ ഒരു നിമിഷം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരു പായുന്ന കുതിരയെ പോലെ നിങ്ങൾ ഒരു പരുന്തിനെ പോലെ പറന്നുയർന്നു വരും. അതിൽ ഒരു സംശയമില്ല. സങ്കടങ്ങൾ വരുമ്പോൾ ദൈവം പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇവനൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവനത് നിലനിർത്തി കൊണ്ടുപോകുമോ? ഇവൻ എന്തെങ്കിലും കാര്യത്തിന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് അതിനുള്ള ആഗ്രഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വേദനിക്കുമ്പോൾ കരഞ്ഞും കണ്ണുനീരുമായി നമ്മൾ വേദനിച്ചും പരിഹാസവും പരിഹാസവുമായിട്ട് ആൾക്കാരുടെ മുന്നിൽ ഒരു വിലയില്ലാതെയും ഇവനൊക്കെ ഒരു കാര്യത്തിൽ പറ്റുമോ? എന്നെ പറഞ്ഞൊരു 4ാം ക്ലാസ്സുകാർ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ എനിക്ക് പഠിപ്പും വിവരമില്ലാത്തവൻ എങ്ങനെയാണ് സിനിമയിൽ കിട്ടുക? ജീവിതത്തിൽ എന്തെങ്കിലും ആകണമെങ്കിൽ വേദനയും കണ്ണീരും ഉണ്ടാവും. ദൈവം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നമ്മൾ
സങ്കടപ്പെടാതെ പുഞ്ചിരിയായിട്ട് മനസ്സിൽ ഞാൻ രക്ഷപ്പെടും, ഞാൻ തിരിച്ചിവിടെ എത്തിപ്പെടും. നമ്മൾ എന്താഗ്രഹിച്ചെങ്കിലോ നേർവഴി കൂടെ കുറുക്ക് വഴി കൂടെ പോവാതെ അതിനു വേണ്ടി ഒരു പായുന്ന കുതിരയായിട്ട് നമ്മൾ എന്നും എനർജി പവറായിട്ട് നിന്ന. ഇന്നാൾ ഈ ഇടയ്ക്ക് എന്നെ കൊണ്ട് ഒരാൾ പറഞ്ഞു, ഇന്ന ആൾ പറയുന്നില്ല, ഒരു ഹോട്ടലിൽ രക്ഷപ്പെടണില്ല. അപ്പോൾ ഉണ്ണിക്കണ്ണൻ, ഞാനൊരു 117 കിലോ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്നിട്ട് അച്ഛൻ ഡാമിൽ മീൻ കൊണ്ടുവരും. അത് വറുത്തത് ഒരു 10-12 പീസോ കഴിച്ച് നല്ല മീൻ കറിയും കഴിച്ചിട്ട് സുഖമായി ഉറങ്ങിയിട്ട് വൈകുന്നേരം ഒന്ന് നടക്കാൻ പോവാം. വേണ്ട, നാളെ പോവാം. അതേപോലെ രാവിലെ എണിച്ചിട്ട് ഒരു 5 മണിക്ക് എണിച്ച് നടക്കാൻ പോവാന്ന് പറയും. വേണ്ട, 5 മണിയല്ല 6 മണി കേട്ടാ. അല്ലെങ്കിൽ വേണ്ട, നാളെ ലോട്ടറി പോലെ നാളെ പറഞ്ഞിരിക്കുകയല്ല. ഇപ്പോൾ ഞാൻ 117 കിലോ ഉണ്ട്. അപ്പോൾ ഞാൻ തടി കുറയ്ക്കുകയാണ്. ഇപ്പം ഞാൻ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എന്തിനു വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യുക. നമ്മളിപ്പോൾ തടി കുറയുക ഒരു ദിവസം കൊണ്ടല്ല. അത് ടോവിനോ ചേട്ടൻ പറയുന്ന പോലെ 1 മാസം 2 മാസം ചിലപ്പോൾ 1 വർഷമാകാം. അതേപോലെ നമ്മൾ എനർജി പവറായിട്ട് നമ്മൾ എന്തിനു വേണമെങ്കിൽ കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ച് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളും ദൈവം പിന്നെ എൻ്റെ മൻസൂർ ഒരു ഓഡീഷന് പോയി കണ്ടുമുട്ടിയത്. എന്നും എന്നെ ഒരു അനിയനെ പോലെ ഒരു സഹോദരങ്ങൾ ചെയ്യാത്ത പോലെയാണ് എന്നെ സഹായിക്കുന്നത്. അതുപോലെ വിവേക് കൊടുങ്ങൽ, ഒരു പാലക്കാട് ജാമ്യച്ചൻ, അങ്ങനെ പേരെടുത്ത് പറയും ഇഷ്ടം പോലെ ആൾക്കാർ, സിനിമയിലെ ആൾക്കാരുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ആകണമെങ്കിൽ ആദ്യം കണ്ണുനീരായിരിക്കും ദൈവം തരിക. നമ്മുടെ ആഗ്രഹം മനസ്സിലൊരു തീ പോലെ നെഞ്ചിലെന്നും നമ്മുടെ നെഞ്ചിൽ ഉണ്ടെങ്കിൽ ആ കാര്യം സാധിക്കണവരെ പോരാടുക. അത് ചിലപ്പോൾ 30 വയസ്സ്, 40, 50, 60. KSF ചിക്കൻ്റെ 66-70 വയസ്സിലാണ് ആൾ ഇതായത്. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി പല ചിന്തകൾ വരും. നമ്മൾ ഈ ലോകം എന്തിനു ജീവിക്കണം? ദൈവം ആദ്യം നമ്മൾ ജനിക്കുമ്പോൾ ഒന്നുമില്ലാതെ വരുന്നു. മരിച്ചു പോകുമ്പോഴും നമ്മൾ മണ്ണിൽ അലിയുന്നതോ ഭസ്മമായി തീരുന്ന മുന്നോ നമ്മൾ എന്താഗ്രഹിച്ചിട്ട് പ്ലെയിനിൽ കയറണം, കാറ് വാങ്ങണം, വീട് വെക്കണം, കല്യാണം, എന്ത് മേഖലയിലും നമ്മൾ എത്തിപ്പെടണമെങ്കിൽ കഷ്ടപ്പെടാതെ ഒന്നും നടക്കില്ല. കഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുള്ളൂ. അതുവരെ പോരാടുക. എന്തെങ്കിലും ആയിക്കണമെങ്കിൽ എന്തെങ്കിലും വിഷമവും കാര്യങ്ങളുണ്ട്. ഉണ്ണിക്കണ്ണൻ മങ്ങരണ്ടാം 4ാം ക്ലാസ്സുകാരനെ ആലോചിക്കും. ഇപ്പോഴും ഞാനൊന്നും ആയതല്ല. എന്തായാലും അടുത്തന്നെ വിജയ് സാറിനെ ഞാൻ കാണും. അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിക്കും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വിഷമം വന്നാൽ ഉണ്ണിക്കണ്ണൻ മങ്ങരണ്ടാമിൽ ആലോചിക്കുക. എൻ്റെ അനിയന്മാരും അനിയത്തിമാരാണെങ്കിൽ ഏട്ടന്മാരാണെങ്കിൽ ഉണ്ണിമാരെ, അച്ഛനമ്മയാണ്. എന്ത് സങ്കടം. പിന്നെ എന്താണ് രക്ഷപ്പെടണില്ല പറഞ്ഞാൽ ഒറ്റയടിക്ക് ദൈവം രക്ഷപ്പെടുത്തില്ല. മനസ്സുരുകി ദൈവത്തിനെ കൺകലങ്ങി വിളിച്ചാൽ നിങ്ങൾക്കും എത്തിപ്പെടാം. ഈ 4ാം ക്ലാസ്സുകാരനെ ആലോചിച്ചാൽ മതി. ഡയറ്റ് പ്ലാൻ ആണ്. അതെ. എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഡയറ്റ് പ്ലാൻ? എന്താണ് ഉണ്ണിക്കണ്ണന്റെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള എന്താന്ന് പറഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഞാൻ വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ട്. എൻ്റെ എഡ്വിൻ ചേട്ടൻ വിളിച്ചിട്ട്, എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ അതിൽ പോയി അവിടെ രാവിലെ എത്തി. അപ്പം ഞാൻ എന്നിട്ട് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻ ഇറച്ചിയൊന്നും കഴിക്കില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു മീൻ കഴിക്കുക, കറി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ മീനൊക്കെ കറി വയ്ക്കുമ്പോൾ ഞാനങ്ങനെ ബീച്ചൊക്കെ കാണാൻ പോയി ഇങ്ങനെ നടന്നു. ബീച്ചൊക്കെ കാണാൻ പോയി നടന്ന്. അപ്പോൾ കപ്പലുണ്ട്, കടൽ ഇങ്ങനെ ചൂടോടെ വറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജിമ്മിൽ ചേച്ചിനെ വിളിച്ചു. ചേച്ചി, കടല കഴിക്കാൻ പറ്റുമോ? ഉണ്ണിക്കണ്ണൻ, നീ കടല കഴിച്ചു 2 മണി കഴിച്ചു പറഞ്ഞു. അപ്പോൾ അത് വേണ്ട, വെറുതെ അത് മമ്മൂക്കൊക്കെ കഴിക്കുന്ന പോലെ എല്ലാം കഴിക്കുക, നമുക്ക് പേരിന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ അത് വേണ്ട, അത് ഒഴിവാക്കി. അത് കഴിഞ്ഞ് അങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കട്ടെ വെച്ചു. ഉണ്ണിക്കണ്ണൻ 1 ബിസ്ക്കറ്റ് കഴിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ പോണ സമയത്ത് കുറച്ച് അപ്പുറത്ത് മാറി ചൂടോടെ പരിപ്പ് വട, ബോണ്ട, സുഖൻ, അതിങ്ങനെ എണ്ണയിലിങ്ങനെ വറുത്ത് കോരി വെക്കണം. എൻ്റെ മൊബൈലെടുത്തു. ഹായ്, ഞാൻ ഉണ്ണിക്കണ്ണൻ മങ്ങൾഡം. എപ്പോഴും പറയുന്ന പോലെ ഉണ്ണിക്കണ്ണൻ മങ്ങൾഡം. ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾ കഴിക്കുമ്പോൾ നോക്കി കഴിക്കും, ഒരുപാട് എണ്ണയുണ്ട് പറഞ്ഞു. അങ്ങനെ റൂമിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ കാര്യത്തിന് ഞാൻ ജിമ്മിൽ ചേച്ചിനെ വിളിക്കും. ചേച്ചി, ഞാൻ നിൻ്റെ ഉണ്ണിക്കണ്ണ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നീ പരിപ്പോട അത് കഴിച്ചില്ലേ? ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല ചേച്ചിയെ, എന്ത് സാധനം കഴിക്കണ്ട പറഞ്ഞു, ഞാനത് കഴിക്കില്ല. അതെന്താണ് ഒരു വാക്ക് പറഞ്ഞാൽ അതുള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം പറയാനുള്ളത്, ഈ ഇടയ്ക്ക് സമയം ഉണ്ടാവുമോ? ഈ ഇടയ്ക്ക് നല്ല നാടൻ ചാള, ഒരു കുഞ്ഞ ചാള, അതൊരു വീട്ടിൽ വാങ്ങിയിട്ടുണ്ട് ചാള. അതിലൊരു 10-13 പീസ് ചാള കഴിച്ചു, പകുതി ദോശയും. ഞാൻ നല്ലവനാകാൻ വേണ്ടിയിട്ട്, ചേച്ചി ഞാനൊരു 13 ചാള കഴിച്ചിട്ടുണ്ട്, വറുത്തതല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഒരു 20 മിനിറ്റ് ഓടിക്കുമോ പറഞ്ഞു. ഞാൻ 10-15 മിനിറ്റ് നടന്നോ പറഞ്ഞു. ഞാനൊരു 1/2 മണിക്കൂർ നടന്നിട്ട്, അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്നെക്കൊണ്ട് ഇൻസ്റ്റയിൽ പരിചയപ്പെട്ട ഒരു പയ്യൻ വിളിച്ചു, ഉണ്ണിച്ചേട്ടാ എങ്ങനെയുണ്ട് തീറ്റാ പാറ്റാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തീറ്റാ പാറ്റ
സൂപ്പറാണ്, എല്ലാ ജിമ്മും സൂപ്പറാണ് പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരാളുടെ മാത്രം പറയാൻ പറ്റില്ല, എല്ലാവരുടെ ജിമ്മും എക്സസൈസ് എല്ലാം സൂപ്പറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും തടി കുറയ്ക്കണമെന്ന്, എനിക്ക് തടി കുറയ്ക്കണം കണ്ണൻ ചേട്ടാ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, 22-23 വയസ്സായിട്ടുള്ളൂ. എന്തോ ഒരു ബ്ലഡ് നോക്കിയപ്പോൾ ഹാർട്ടിൽ എന്തോ കുഴപ്പം ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയാനുള്ളത്, എല്ലാം ഭക്ഷണം കഴിക്കണം, മമ്മൂക്കനെ പോലെ എല്ലാ ഭക്ഷണവും ഇഷ്ടമുള്ളതും ഇഷ്ടം പോലെ കഴിക്കണം, അതിന് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഞാൻ മനസ്സിലാക്കി, നമുക്ക് എന്തെങ്കിലും ഒരു കല്യാണമോ പരിപാടിക്ക് പോയി ഭക്ഷണം കഴിക്കുക, അത് പായസമൊക്കെ കിട്ടിയ തൊടാതിരിക്കുക, മധുരം തൊടാതിരിക്കുക. പിന്നെ ബീഫൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിക്കുക, ചിക്കൻ ആണെങ്കിൽ അത് പറഞ്ഞ് ഒരുപാടല്ല, കഴിച്ചിട്ട് നന്നായി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ആവശ്യത്തിന് കഴിച്ചോ. യൂസഫ് അലി ഇക്കയൊക്കെ പറഞ്ഞു, യൂസഫ് അലി സാറൊക്കെ പറയുന്നുണ്ട്, നമ്മൾ കാലത്ത് എണീക്കുമ്പോൾ 1 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യണം. അപ്പോൾ ചിലവർ വിചാരിക്കും ഇവനാരാണ് ഇതൊക്കെ പറഞ്ഞ് ഉപദേശിക്കും. ഞാൻ ഉപദേശിക്കല്ല, ജീവിതത്തിൽ ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുക, എണ്ണപ്പലഹാരം കൂടുതൽ കഴിക്കാതിരിക്കുക, മധുരം, കാലത്തണിച്ച് വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ കണ്ട ഞാൻ തടി കുറഞ്ഞ് കണ്ടില്ലേ. അപ്പോൾ അതാണ്, എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി കഷ്ടപ്പെടുക. ഇന്നാൾ ഞാനൊരു കല്യാണത്തിന് ഒരു നല്ല അടപ്രഥമൻ, ഈ അടപ്രഥമനൊക്കെ പറഞ്ഞ ഒരു 3-4 ഗ്ലാസ് കുടിക്കുന്ന ആൾ, അതൊക്കെ കണ്ടിട്ട് കൊതിയോടെ ഞാൻ അങ്ങനെ നോക്കിയിരുന്നുള്ളൂ. അല്ല കൂട്ടുകറി അവിയലൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായി കഴിച്ചു. ഉണ്ണിക്കണ്ണൻ ഇപ്പോൾ ഡയറ്റ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ എന്താണ് ഉണ്ണിക്കണ്ണൻ ഫോളോ ചെയ്യുന്ന ആ ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം 2 പുഴുങ്ങിയ മുട്ട, അതിൽ 1 ഉണ്ണി കഴിക്കും, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ ഫ്രൂട്ട്സ്. അത് ഇപ്പോൾ അത് കുറച്ചിരിക്കണം, അത് വാങ്ങാൻ എപ്പോഴും കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇന്നാളെ ആപ്പിൾ 1 കിലോ 100 അതൊക്കെ ആപ്പിൾ ഓറഞ്ചൊക്കെ വാങ്ങി. ഇപ്പോൾ കൂടുതൽ 2 മുട്ട, ഒരു ഇഡ്ഡലിയാണെങ്കിൽ പകുതി ഇഡ്ഡലി, ദോശയാണെങ്കിൽ പകുതി, പിന്നെ ഉച്ചയ്ക്ക് ഇത്ര ചോറ്, ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ ഒരു ലേശം, വറുത്തതും പൊരിച്ചും അങ്ങനെ കഴിക്കില്ല. വല്ല കൊതി വരുമ്പോൾ എപ്പോഴെങ്കിലും ഓരോ പീസ്, അത്രേ ഉള്ളൂ. എന്ത് കഴിച്ചാലും ഫോട്ടോ വെച്ച് കൊടുക്കണം. 3 ആൾക്കാരുണ്ട്, 3 ചേച്ചിമാർ, ഒരു ഡോക്ടറും 2 ചെമ്മര്, എന്ത് കഴിച്ചാലും ഫോട്ടോ വെച്ച് കൊടുക്കണം. 40 കിലോ കുറച്ച് 1 ലക്ഷം, 20 കിലോ കുറച്ച് 50,000. ഐഫോണാണ് ചലഞ്ച്. 6 പാക്ക് ആക്കിയ വേറൊരു വലിയ ഗിഫ്റ്റാണെന്ന് പറഞ്ഞത്. ഒരിക്കലും ഇപ്പം അടുത്ത 6 പാക്ക് ആക്കാൻ ഞാൻ ഉദ്ദേശമില്ല. മരിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നും സപ്പോർട്ട് എൻ്റെ ഇതേപോലെ ഉണ്ടെങ്കിൽ 40-50 വയസ്സാകുമ്പോൾ 6 പാക്ക് ആക്കും. ആ വലിയൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങും. ഇപ്പം തന്നെ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സിനിമ കിട്ടില്ല, എനിക്ക് പുലിക്കളിക്ക് പോകണം. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഡേറ്റ് തുടങ്ങി, ഇനി 1-2 മാസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഐഫോണിന് വേണ്ടി ചലഞ്ചിന് വേണ്ടി എന്തായാലും ഞാനത് പൊരുതി നേടും. ഈ 4ാം ക്ലാസ് വരെ ഉണ്ണിക്കണ്ണൻ ഐഫോൺ വാങ്ങണമെന്ന് കൊതിച്ചിരിക്കുമ്പോൾ ദൈവമായിട്ട് എനിക്ക് മുന്നിൽ കൊണ്ടുവന്ന തീറ്റാപ്പറ്റിയിലെ ദിൽസിലൊക്കെയും പിന്നെ യാദലിക്കും പിന്നെ അതിൽ ബാക്കി എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി, നമസ്കാരം. അപ്പോൾ എത്ര കിലോ ആണ് ഉണ്ണിക്കണ്ണൻ? 20 കിലോ. 20 കിലോ കുറയ്ക്കണം. തടി കുറയ്ക്കണം എന്ന് തോന്നാൻ കാരണം എന്താണ്? വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ണിക്കണ്ണൻ തടി കുറയ്ക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. എന്താണ്? അതൊരിക്കലും അല്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു ആഗ്രഹത്തിനോ കഷ്ടപ്പാടിനോ വേദനയ്ക്കോ നമ്മൾ എന്തെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ജനിക്കുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലാണ്ടാണ് മരിച്ചു പോകുമ്പോൾ അങ്ങനെ ആകരുത്. എന്തൊക്കെ ആഗ്രഹമുണ്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ എൻ്റെ ക്യാമറയ്ക്ക് ക്വാളിറ്റി കുറവാണ്, അപ്പോൾ ഒരു ഐഫോൺ വാങ്ങണം. അപ്പോൾ അവിടെ യാതിലേക്ക് അവിടെ പോയപ്പോൾ ദിൽസിലേക്കും അവിടെ പോയിട്ട് ആ ജിമ്മിൻ്റെ പരസ്യം ചെയ്യുമ്പോൾ പറഞ്ഞു 40 കിലോ കുറച്ച് 1 ലക്ഷം, 20 കിലോ കുറച്ച് 50,000 ഐഫോണാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുക്കുക പറഞ്ഞത് അതാണ്. ചലഞ്ചിന് മാത്രമല്ല, ഒരു ജീവിതത്തിൽ ഒരാൾ, ഞാൻ ഈ ഇടയ്ക്ക് എന്തോ കാര്യത്തിന് എറണാകുളം പോയപ്പോൾ ഒരു ബിരിയാണി കഴിച്ചു. ആ ബിരിയാണി കഴിച്ച് മുക്ക് ഭയങ്കര ഇതായിരുന്നു. ആ ബസ്സിൽ വരുമ്പോൾ എന്താ പറയുക, ഗ്യാസിൻ്റെ ഭയങ്കര ഇത്. അപ്പോൾ ഈ തീറ്റാപ്പറ്റി പോയി ജിമ്മിൽ പോയി ഈ ഫുഡ് കഴിച്ചു, ഗ്യാസിൻ്റെ പ്രോബ്ലം, എനിക്കിപ്പോൾ ഒന്നുമില്ല, ഭയങ്കര എനർജിയും ഭയങ്കര രസമാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എല്ലാം കഴിക്കണം മമ്മൂക്കനെ പോലെ, അത് ലിമിറ്റ് വെച്ച് കഴിക്കുക. അതാകുമ്പോൾ എന്നും എപ്പോഴും എത്ര വേണമെങ്കിലും കഴിക്കാതെ ലിമിറ്റ് വെച്ച് കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഈ ഐഫോൺ ചലഞ്ച് പറഞ്ഞപ്പോൾ ഇത് കുഴപ്പമില്ലല്ലോ, ഇത് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അത് ദൈവമായിട്ട് ഉണ്ണിക്കണ്ണൻ തന്നു. അത് ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട്, പിന്നെ വിജയണ്ണൻ, പിന്നെ മൻസൂർ, അങ്ങനെ നമ്മളെ സഹായിച്ച എല്ലാവരും, വിവേക്. അപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു ചലഞ്ച് കിട്ടിയപ്പോൾ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തതാണ്. പിന്നെ നമ്മുടെ തടിയൊന്ന് കുറച്ചൊന്ന് നമ്മൾ ഒതുക്കി പിടിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു പടത്തിന് വേണമെങ്കിൽ ഒന്ന് ഓടാനും ചാടാനും, എന്താണ് ഒരു മേൽവഴക്കത്തിനെ പോലെ എപ്പോഴും നമ്മൾ ഇതാക്കണം. ഒരുപാട് തടി ഉണ്ടെങ്കിലും കാര്യമില്ല.
പിന്നെ മരണം അത് എപ്പോൾ വേണേലും വരാം. അപ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ഒതുക്കി പിടിക്കുക, അതാണ് എൻ്റെ ഇത്. അപ്പോൾ ഐഫോണിന് വേണ്ടിയിട്ടാണ് ഉണ്ണിക്കണ്ണൻ തടി കുറയ്ക്കുന്നത്, അല്ലാതെ വിവാഹത്തിനോ സിനിമയ്ക്കോ വേണ്ടിയിട്ടല്ല തടി കുറയ്ക്കുന്നത് അല്ലേ? ഇല്ല, ഐഫോണിന് വേണ്ടിയിട്ടല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അത് സിനിമയ്ക്കും കൂടെയാണ്, കല്യാണത്തിനൊന്നല്ല. അപ്പോൾ എന്തായാലും ഒരു മനുഷ്യൻ, ഇപ്പം ഞാനൊരു 117 കിലോ ഉണ്ടായി, ഇപ്പം ഞാനിപ്പോൾ ഒരു 108 107 കിലോനായി. അപ്പോൾ നമ്മുടെ ശരീരം എന്നും നമുക്ക് കുറച്ചൊരു ഇതാണ്. പിന്നെ ഇനി മൊത്തം ഇതാവില്ല, ഒരു 20 കിലോ കുറച്ചാൽ ഒരു കറക്റ്റ് ഒരു 95 ഒരു 100 ഒരു 90 ഒതുക്കി പിടിച്ച് നിർത്തും. പുലിക്കളിക്ക് പോകണം, മറ്റുള്ള വർക്ക് വേണം, അങ്ങനെയാണ്. അല്ലാണ്ട് ഐഫോണിന് മാത്രമല്ല, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അല്ലാണ്ട് എന്നെപ്പോലെ ഒരാൾക്ക് ഒരു ഐഫോൺ ഒന്നും അത് എന്നെ ഒരു സാധാരണക്കാരൻ നടക്കില്ല. അതാണ് ഇതുപോലെ കൂടുതൽ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഐഫോണൊക്കെ ഉണ്ണിക്കണ്ണന് കിട്ടും. നമ്മളിന്ന് സെലിബ്രിറ്റി പറയണമെന്നില്ല, നമ്മളൊരു സാധാരണക്കാരൻ, മംഗളാമിലൊരു സാധാരണ ഒരാളാണ്. കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചല്ലോ. അപ്പോൾ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയാണ്? അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാവരും വീട്ടുകാരും നാട്ടുകാരൊക്കെ എല്ലാവരും സപ്പോർട്ടാണ്. അതിനുശേഷം വിജയനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും പോവുമോ? വിജയനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ മാനാട് നടക്കുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ, അന്ന് മഴയായിട്ട് പകുതി കരൂരിലെത്തിയത് ഒന്നും കൂടെ പോയി. കുറേ ദീപാവലിയുടെ സമയത്ത് കുറേ മുട്ടായി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായി. മാനാട് നടക്കുമ്പോൾ ഒരു 2700 2800 മുട്ടായി കൊണ്ട് കൊടുത്തു. അന്ന് പിന്നെ ഭയങ്കര, അവിടെ നിന്നാലും എനിക്ക് കാണാൻ പറ്റില്ല, അത്ര ഇതാണ്. പക്ഷെ ഞാൻ തോറ്റിട്ടില്ല, ഇനിയും പോരാടി ശ്രമിച്ച് വിജയേട്ടൻ്റെ അടുത്ത് തന്നെ കാണും. 69 പടത്തിൽ ഞാൻ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ മഴവിൽ മനോരമയിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു 13-14 എനിക്ക് പടത്തിൻ്റെ ഇതുണ്ട്, 20-24 ആക്കിയിട്ടുണ്ട്. അപ്പോൾ മഴവില്ലും കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്ത പടത്തിൽ ഒരു ദിവസം കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ, എന്തോ ഡേറ്റിൻ്റെ എന്തോ എടുത്ത സീന് കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ചിലപ്പോൾ അടുത്തുണ്ടാവും. അതും കൂടെ കഴിഞ്ഞാൽ ഒന്നും കൂടെ ചെന്നൈക്ക് പോകും ലൊക്കേഷനിൽ. അല്ലെങ്കിൽ ഇവിടുന്ന് പണ്ട് ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് നടക്കാൻ ചെന്നൈയിലേക്ക്, ഇതിൽ ഏതെങ്കിലും ഒന്ന് അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി കൂടുതൽ സെലിബ്രിറ്റി ആകുമ്പോൾ ബിസി ആവുമല്ലോ ഉണ്ണിക്കണ്ണൻ. അപ്പോൾ വിജയൻ്റെ ആ ഒരു ഫാനിൻ്റെ ആ ഒരു ഇതൊക്കെ മറന്നു പോവുമോ? ഉണ്ണിക്കണ്ണൻ വിജയനെ കാണണം എന്നുള്ളൊരു ആംബിഷനൊക്കെ പോവുമോ ബിസി ആയി കഴിഞ്ഞാൽ ലൈഫിൽ? ഇപ്പോൾ എന്നെ ബിസി ആക്കിയത് ആരാ? എൻ്റെ വിജയണ്ണൻ. പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഒരിക്കലും ഉണ്ണിക്കണ്ണൻ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയണ്ണനെ ഞാൻ മരിക്കണ വരെ എൻ്റെ സിനിമയാണ് ആഗ്രഹം, അതെന്നും എൻ്റെ ഉള്ളിലുണ്ടാവും. ഉണ്ണിക്കണ്ണൻ ഒരു ബിസിയില്ല. ഉണ്ണിക്കണ്ണനെ 4ാം ക്ലാസ് വരെ മംഗളാമിലെ സാധാരണ ആളാണ്. എന്തിതാണെങ്കിലും എൻ്റെ വിജയണ്ണൻ്റെ കൂടെ അഭിനയിക്കും. നമ്മൾ എന്നും ഒരേപോലെ തന്നെ ആയിരിക്കും, ഒരു ബിസിയും ഇല്ല. അതിനുവേണ്ടി ഞാൻ പോരാടിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഉണ്ണിക്കണ്ണൻ്റെ നനച്ച വണ്ടിയായിരുന്നു ഡയലോഗ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിന് എന്താണ് ഉണ്ണിക്കണ്ണൻ്റെ ഡയലോഗ്? വിജയൻ്റെ ഡയലോഗ് പറഞ്ഞോളൂ. நீங்கள் போகிற வழியில் எதிர்க்கிறது இல்லை, அப்போ நீங்கள் போகிற வழி கரெக்டு தான். எதிர்க்கிறது இல்லை, அப்போ நீங்கள் போகிற வழி கரெக்டு தான். அதுக்காக நீங்கள் ட்ரை பண்ணிட்டாரு. கண்டிப்பாக என் நண்பா, ஈஸியாக ஜெயிக்கிறது வெற்றி அல்ல, அதுக்கும் மேலே ட்ரை பண்ணிட்டாரு, அப்போ அதுதான் வெற்றி. നമുക്കൊരു പാട്ടിൽ തുടങ്ങാം. പാട്ട് അന്ന് ശരി, ഒരു 2 വരി. വിജയണ്ണൻ്റെ വേണ്ട കേട്ടാ. ശരി. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഒരു പാട്ട്. അത് ഞാൻ വേറൊരു കൂട്ടുകാരൻ 2 വരി എനിക്ക് അറിയുള്ളൂ കേട്ടാ. അച്ഛൻ മടിത്തുമ്പിൽ കൊച്ചുപാപ്പം കൊണ്ടുവന്നു, പള്ളിക്കൂടക്കോലായിൽ എന്നെയും ഓർത്തതിരുന്നു. അച്ഛൻ മടിത്തുമ്പിൽ കൊച്ചുപാപ്പം കൊണ്ടുവന്നു, പള്ളിക്കൂടക്കോലായിൽ എന്നെയും ഓർത്തതിരുന്നു. നമുക്ക് വിജയൻ്റെ ഒരു പാട്ടും കൂടെ പാടിയാൽ. വിജയണ്ണൻ്റെ അല്ലല്ല, അല്ലെങ്കിൽ വേറെ സിനിമയിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. വിജയൻ്റെ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഇഷ്ടമുള്ള സിനിമ ഒരു പാട്ട് പാടും. ഇനി എനിക്ക് ഇത് അറിയുള്ളൂ, വേറെ ഒന്നും ഒരു ഇത് കിട്ടണില്ല. ഒരുപാട് സിനിമകൾ കാണാനല്ലേ അല്ലേ? ഒരു പാട്ട് പാടും സിനിമയിലെ. ഇനി മതി, ഇതൊന്നും മതി, അതാണ് ഒന്നും മതി. ഒരു പാട്ട് പാടും ഉണ്ണിക്കണ്ണ. അവരൊക്കെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കഴിഞ്ഞ ഇന്റർവ്യൂവിന് ഉണ്ണിക്കണ്ണൻ്റെ ആ പാട്ട് ഞാനടിച്ചാ തങ്കമ്മാട്ടെ പാട്ടായിരുന്നു. ഇപ്രാവശ്യം എന്താണ് ഉണ്ണിക്കണ്ണന് ഒരു പാട്ട് പാടാൻ പറ്റാത്തത്? ഇനി ഒന്നും കിട്ടണില്ല, അതാണ് വേണ്ട, അതൊരു മതി, വേറെ ഒന്നും. 2 ലൈൻ. വിജയൻ്റെ ഒരുപാട് ഫാനായിട്ട് വിജയൻ്റെ ഒരു പാട്ട് പാടാൻ പറ്റില്ലേ?
വിജയണ്ണന് വേണ്ട ഇതൊന്നും മതി, ഇത് മതി, വെറുതെ എല്ലാം കൂടെ ഇതാക്കണ്ട. ഈ ഒരു സാധനം എൻ്റെ കൂട്ടുകാരും പാടി, അതെനിക്ക് ഇഷ്ടമുള്ളൊരു വരിയായത് രണ്ടുപേരും. ഒരു പാട്ട് ഇനി വേറെ കിട്ടണില്ല, അതാണ് വേറെ എന്തെങ്കിലും ചോദിക്കും. അത് വിജയണ്ണൻ പാടിയത്, അത് നിങ്ങൾ റിസ്ക് എടുക്കേണ്ടി വെച്ചു. ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് വെറുതെ തന്നെ. ഇപ്പോൾ ആൾക്കാരെന്നെ വിളിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു സപ്പോർട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ വിളിക്കും വേണ്ട, നിങ്ങൾ എങ്ങനെയെങ്കിലും തന്നെ ഇനി എയറിലാക്കണം. എന്തെങ്കിലും ഒരു പാട്ട് പാടും ഉണ്ണിക്കണ്ണ. ഞാൻ ഒരു പാട്ട് പാടിയില്ല, അത് മതി. വിജയന്റെ ഒരു പാട്ട് പാട്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതൊരു കമന്റ്. അത് കുഴപ്പമില്ല, അത് വേണ്ട. എത്രയും നിർബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് നേഷൻ ന്യൂസ് ലൈവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുമോ? ഇനി പാട്ട് വേണ്ട, ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അത് മതി. വേണ്ട, ചേർന്ന് വീഴുമ്പോ ഇതൊക്കെ ഒന്നുമല്ല, വൃത്തിയാക്കി നിങ്ങൾ ഭംഗിയാക്കി ചെയ്തെന്ന് വെച്ചിരിക്കും. എന്നാലും എന്താ ഉണ്ണിക്കണ്ണ, അതിനുശേഷം ഉണ്ണിക്കണ്ണൻ ഫേമസ് ആയില്ലേ? എത്ര പേരാണ് ഉണ്ണിക്കണ്ണൻ നേഷൻ ന്യൂസ് ലൈവിൽ ഇന്റർവ്യൂവിന് ശേഷം എത്ര പേരാണ് ഉണ്ണിക്കണ്ണനെ വിളിക്കുന്നത്? അഡ്വർടൈസ്മെന്റിനൊക്കെ വിളിക്കുന്നില്ലേ? അത് ശരിയാണ്. ഒരു പാട്ട് പാടിയില്ല, ഇനിയിപ്പോ ഒന്നും വരണില്ല. അത് കഴിഞ്ഞ ഇന്റർവ്യൂവിനല്ലേ പാടിയേ? അല്ല, ഇപ്പൊ ഒരു പാട്ട് പാടിയില്ലല്ലോ. ഇപ്പൊ ഒരു പാട്ട് പാടി, അച്ഛൻ മണിത്തുമ്പിൽ. അത് വിജയന്റെ പാട്ടല്ലല്ലോ ഉണ്ണിക്കണ്ണ. വിജയന്റെ പാട്ട് ഇനി വേറെ ഒന്നും എനിക്ക് അറിയില്ല, അതാണ് ആ പാടിയത്. ഞങ്ങളൊരു പാട്ട് സജസ്റ്റ് ചെയ്താൽ പാടുവോ? വേണ്ട വേണ്ട, ഒരു പാട്ട് പാടില്ല, വേറെ എന്തെങ്കിലും ചോദിക്കേ, അത് മതി. നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂവില് ഉണ്ണിക്കണ്ണൻ നനച്ച വണ്ടീന്റെ വിജയന്റെ ഡയലോഗ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് കണ്ടത്, ഇത്രയും വലിയൊരു ഫാൻ വിജയന്റെ ആയിട്ട് പോലും ഒരു ഡയലോഗ് പോലും കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ആ ഡയലോഗ് കറക്റ്റായിട്ടൊന്ന് പറയും. നനച്ച വണ്ടി കയറി നനച്ചിടത്ത് പോക മുടിയത്, അതുക്കാ കൊഞ്ച നേരം പ്ലാറ്റ്ഫോമിൽ നിന്നതാകണം, അപ്പതാ அந்த இடத்துக்கு പോക മുടിയും. കഴിഞ്ഞോ ഉണ്ണി? അത് കറക്റ്റാ ഡയലോഗ്, അങ്ങനെ തന്നെ നോക്കുമെന്ന്. തെറ്റിയിട്ടുണ്ടല്ലേ? ഒന്നും കൂടെ പോണാ, ഒന്നും കൂടെ പറയുന്നത്, ഒന്നും കൂടെ കേൾക്കട്ടെ. ഓക്കെ, ഡയലോഗ് പറഞ്ഞോളൂ. പറയട്ടെ. കിടച്ച വണ്ടി കയറി നനച്ചെടുത്ത് പോക മുടിയത്, அதுக்காக நம்ம கொஞ்சம் പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണണം, அப்போதான் அந்த வண்டி வரும், அப்போ அந்த இடத்துக்கு போக முடியும். കറക്റ്റായില്ലേ? ഈ ചേച്ചി തന്നെ ഇഞ്ഞും കുഴിക്കും. ശരി, ഇതൊക്കെ രസമല്ലേ? ചേക്ക് വെളിയിറങ്ങി നടക്കേണ്ടതാണ് കേട്ടോ. രസം അതിയായാലും വിഷമം കേട്ടാ. ലാലേട്ടന്റെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്. ഇതെന്റെ പുത്തൻ റൈബൻ ഗ്ലാസ് ആണ്, സവാരി ഗിരിഗിരി. അത് വേണ്ട കേട്ടാ. ലാലേട്ടന്റെ വേറെ ഏതെങ്കിലും ഡയലോഗ് അറിയോ? എൻ്റെ മോളെ ബോംബെ കണ്ടിട്ടുണ്ടോ? ബോംബെ ഇപ്പം മുംബൈ എന്ന് പറയും. ഒറ്റ രാത്രി കൊണ്ട് ഞാനത് വൃത്തിയാക്കിയതാണ് അവിടെ. മോള് ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പം മുംബൈ എന്ന് പറയും. ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയത്. മോള് ബോംബെ കണ്ടിട്ടുണ്ടോ? ഇപ്പം മുംബൈ എന്ന് പറയും. ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ണിക്കണ്ണനെ കുറിച്ച് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്താണ് ഉണ്ണിക്കണ്ണന് പറയാനുള്ളത്? ഇപ്പോൾ വിജയണ്ണൻ പറയുന്ന പോലെ ഞാൻ പറയാം, കൊഞ്ച പേർക്ക് നമ്മളെ പിടിക്കാൻ இருந்தா അപ്പോൾ അത് ലൈഫിൽ കൊഞ്ച ജ്യോതിഷം ശരിയാണല്ലോ കേട്ടോ. ജ്യോതിഷം അത് കട്ട് ചെയ്യണിട്ടായിട്ട് നിങ്ങൾ എന്നെ കൊല്ലുന്നു എനിക്കറിയാം. അത് ഞാൻ പറയാനുള്ളൂ. വിജയണ്ണൻ പറഞ്ഞ പോലെ കൊഞ്ച പേർക്ക് നമ്മളെ പിടിക്കാൻ இருந்தா അത് കുറച്ച് അത് കിട്ടണില്ല. ഒന്നും കൂടെ പോവാം. കൊഞ്ച പേർക്ക് നമ്മളെ പിടിക്കാൻ இருந்தா അത് വാളിക്കൽ നല്ല ഇറക്കും. മറ്റേ എന്താണ് അത് കിട്ടണില്ല. അത് വേണ്ട, വേറെ എന്തെങ്കിലും ഒന്നുകൂടെ പറയോ? കിട്ടും. അത് വിജയണ്ണ നല്ല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾക്കത് കിട്ടാണ്ട് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ണി അത് കട്ട് ചെയ്യും. ഉണ്ണി വിജയണ്ണൻ പറയണ പോലെ വാഴക്കയിൽ കൊഞ്ച പേര് നമ്മൾ പിടിക്കാൻ മറുക്കുക. ആ പിടിക്കാൻ മറുക്കുമ്പോൾ വാഴക്കയിൽ നമ്മൾ ജാളി ഒന്നും കൂടെ പോകട്ടെ. ഇപ്പോൾ വിജയണ്ണൻ പറയണ പോലെ വാഴക്കയിൽ കൊഞ്ച പേർക്ക് നമ്മളെ പിടിക്കാൻ മറുന്ന അതന്നെ വാഴക്കയിൽ നല്ല ഇറക്കും. ജോളിയായിരിക്കും. வாழ்க்கையில் கொஞ்சம் பேருக்கு நம்மளை பிடிக்காமல் இருந்தால் தானே வாழ்க்கையில் ஜோலியாக இருக்கும்.
ജ്യോതിഷം ഭഗവാനെ ഇനി ഒന്നും കൂടെ പറയണേ. വിജയണ്ണം പറയുന്ന പോലെ നമ്മൾ വാഴക്കിൽ കൊഞ്ച് പേർ പിടിക്കാൻ മറക്കുമ്പോൾ നമുക്ക് വാഴക്കിൽ സന്തോഷം മേർക്കും സ്രോതസ്യം മേർക്കും മറ്റേ ധർമ്മന്താനം ജയിക്കും, ന്യായന്താനം ജയിക്കും. അത് വിജയണ്ണം പറഞ്ഞ പോലെ നമ്മൾ വാഴക്കിൽ കൊഞ്ചം പേർക്ക് പിടിക്കാൻ മറക്കരുത്. അതെൻ്റെ ലൈഫിൽ ജാളിയേർക്കും ജ്യോതിഷന്മാർക്കും പിന്നെ വന്നിട്ട് ന്യായന്താൻ ജയിക്കും, ധർമ്മന്താൻ ജയിക്കും. ഉണ്ണിക്കണ്ണന് കുറേ ഫോളോവേഴ്സ്, ആരാധകന്മാർ, ആരാധികരൊക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ച് എന്താ പറയാറ്? ചേച്ചി, ആരാധകന്മാരും ആരാധകരല്ല, എൻ്റെ നൻപീസുകളാണ് എല്ലാവരും. അവരെൻ്റെ ഹൃദയമാണ്. എൻ്റെ അനിയനും എൻ്റെ അനിയന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും അച്ഛനും അമ്മയും ഉണ്ണിമാരും പിന്നെ മുത്തച്ഛന്മാരും മുത്തശ്ശിയാണ് എല്ലാവരും. നിരവധി ആൾക്കാർ ഉണ്ണിക്കണ്ണനെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും ഉണ്ണിക്കണ്ണന് പ്രപ്പോസലുമായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ആരുമില്ല. ആരുമില്ല. അവൻ ഇനി ഉണ്ണിക്കണ്ണൻ അങ്ങോട്ട് ആരോടെങ്കിലും ഉണ്ടോ? ആരോടുമില്ല. ജീവിതത്തിൽ ഒരു പ്രണയമൊക്കെ തോന്നണ്ടേ? വേണ്ട, പ്രണയം വേണ്ട. അത് വീട്ടുകാരൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് മതി. അപ്പോൾ വീട്ടുകാർ പറയും ഉണ്ണിക്കണ്ണൻ ഇഷ്ടമുള്ളത് നമുക്ക് നോക്കാമെന്ന് പറയുകയാണെങ്കിൽ ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്യും? അത് വീട്ടുകാരും പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നോക്കിയത് മതി. പ്രണയമൊന്നും വേണ്ട. പ്രണയം വേണ്ട. പ്രണയം ഒരാളിനെ കൊണ്ടേ പറ്റുള്ളൂ. അത് ഒരാളായിട്ട് മാത്രം മതി. അതാരെ കൊണ്ടാ പറ്റുക? അത് കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി അതായിരിക്കണം. പിന്നെ എല്ലാവരും പോയി പ്രണയിച്ചു. ഉണ്ണിക്കണ്ണൻ പ്രണയിക്കുകയാണെങ്കിൽ വിവാഹം കഴിച്ച പെൺകുട്ടിയെ മാത്രമേ പ്രണയിക്കുള്ളൂ എന്നർത്ഥം. അതാണ്. അല്ലെങ്കിൽ നമ്മൾ ആര് നോക്കാനാ? പിന്നെ പ്രണയിക്കണേ ആ പെൺകുട്ടിനെ കല്യാണം. ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യല്ലേ? അപ്പോൾ തടിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രപ്പോസലായിട്ട് കുറേ പെണ്ണുങ്ങൾ ഉണ്ണിക്കണ്ണന്റെ പുറകെ വരും. എനിക്കത് തോന്നിയില്ല. പക്ഷെ അങ്ങനെ വന്നാൽ ജനുവനായിട്ട് നല്ലതാണ് പറഞ്ഞാൽ അങ്ങനെ അതായിരിക്കും ആ പെൺകൊച്ചിനായിരിക്കും കല്യാണം. അപ്പോൾ ഉണ്ണിക്കണ്ണന്റെ സങ്കല്പത്തിലുള്ള ഒരു ഭാര്യന്റെ എന്താണ് സങ്കല്പമുള്ള ഒരു ഭാര്യന്റെ സങ്കല്പം പറഞ്ഞാൽ നല്ല സ്വഭാവമായിരിക്കണം. വീട്ടിൽ ആര് വന്നാലും ഉള്ള ഭക്ഷണം കൊടുത്തിട്ട് തൃപ്തിയായിരിക്കണം. എവിടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്ന ഒരു പെങ്കൊച്ചായിരിക്കണം. എനിക്ക് സ്ത്രീധനമൊന്നും വേണ്ട. കാണാൻ എങ്ങനെ ഇരിക്കണം? കാണാൻ അതൊന്നുമില്ല. സാധാരണ ഭംഗിയിലല്ല, മനസ്സാണ് പ്രധാനം. ഇപ്പോൾ ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ഉണ്ണിക്കണ്ണന്റെ നായികയായിട്ട് ആരാവണം? നായികയായിട്ട് ആരായിരിക്കണം ഉണ്ണിക്കണ്ണന്റെ? ഇപ്പോ നിങ്ങൾ ചേച്ചിനെ ഒരു പടത്തിൽ വിളിക്കുകയാണ് അഭിനയിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ പറയും ആ പടത്തിൽ അവരിനെ കൊണ്ട് നിങ്ങൾ ചേച്ചിനെ ഒരു പടത്തിൽ വിളിച്ച ആര് നായകന്ന് നിങ്ങൾ ആരിനെ പറയാ? അങ്ങനെയല്ല, ഉണ്ണിക്കണ്ണന്റെ ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ, ഇന്ന നായികന്റെ കൂടെ എനിക്ക് അഭിനയിക്കാം. ഇപ്പൊ വിജയന്റെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമില്ലേ? അതുപോലെ ഒരു നായികന്റെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ആ നായിക ആരാന്നാ ഞാൻ ചോദിച്ചത്. പ്രൊഡ്യൂസറും കുത്തുവാളി എടുക്കാനാണ്. അത് അവര് തീരുമാനിക്കും. ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജറും. അപ്പൊ വിജയന് മാത്രമേ ഇഷ്ടമുള്ളൂ, നായികമാരെ ആരും ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെന്ന് ഞാൻ പറയില്ല. അതൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സ്ക്രിപ്റ്റ് ഡയറക്ടറും ഒരു പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും ഡയറക്ടറും അവർ തീരുമാനിക്കും. ഉണ്ണിക്കണ്ണൻ ആര് നായിക, ഞാൻ നായകനാകല്ലാട്ടോ, അതും പറഞ്ഞതല്ല. അപ്പോൾ അവർ തീരുമാനിക്കും. അതിൽ ആരാണെങ്കിലും ഞാൻ തൃപ്തിയാണ്. അതുകൊണ്ട് നായികമാരിന് ഇഷ്ടമില്ല എന്നോ, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമല്ല എന്നല്ല. ഇപ്പോൾ നായിക ഇപ്പോൾ നയൻതാരയാണ് ഉണ്ണിക്കണ്ണന്റെ നായികയായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ണിക്കണ്ണന്റെ മനസ്സിലൊരു ഹാപ്പിനെസ് തോന്നുമല്ലോ. അങ്ങനെ തോന്നുന്ന നായിക ആരാന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒന്നും തോന്നില്ല. അത് അവർ പറയുന്ന നായിക മതി. നമ്മൾക്ക് അതുകൊണ്ട് നയൻതാര വേണം, ദൃശ്യചേച്ചി അങ്ങനെ വേണമെന്നൊന്നുമില്ല. അത് അവർ പറയും. ഡയറക്ടർ ഏത് നായകൻ്റെ കൂടെ വേണമെങ്കിലും ഏത് നായികല്ല, അപ്പോൾ അവർ പറയണ ഇതുണ്ട്. നമ്മൾ അതിനെ നോക്കിയിട്ട് നമ്മൾ അഭിനയിക്കും. അല്ലാണ്ട് ഇപ്പം നമ്മൾക്ക് ഒരു ചെറിയ ബഡ്ജറ്റിലുള്ളൊരു പടമാണ്. ആ പടത്തിൽ നമുക്ക് നയൻതാര വേണം, ശോഭന ചേച്ചി വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ തീരുമാനിക്കും. അതാണ്. അപ്പോൾ അവർ കഷ്ടപ്പാടും വേദനയാണ്. സ്ക്രിപ്റ്റ് കഥയും പ്രൊഡ്യൂസർ കഷ്ടപ്പെട്ടെടുക്കുന്ന പടത്തിൽ നമ്മൾ ഇങ്ങനെ കയറി കാലായിട്ട് വെച്ചിട്ട് എന്താണ് ഇന്ന നടി വേണം നമുക്ക് പറയേണ്ട കാര്യമില്ല. അവർ പറയും. അവർ വിളിക്കുന്ന അപേക്ഷ നന്നായി അഭിനയിച്ചു കൊടുക്കുക. അതാണ് എൻ്റെ ഇത്. ആഗ്രഹമില്ലേ ഒരു നായകനായിട്ടൊരു സിനിമയിൽ പോകണമെന്ന്? അത് എനിക്കില്ല. അത് ദൈവത്തിന് അത് എൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യണ്ടി നടക്കും. അല്ല, എന്തായാലും നടന്ന നല്ലൊരു സന്തോഷമാവില്ലേ? നടന്ന നല്ല കഥയൊക്കെയാണ് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. അത് പ്രൊഡ്യൂസറിനും കൂടെ പ്രൊഡ്യൂസർ ഇപ്പോൾ ഒരു പടം എടുക്കുന്ന സമയത്ത് ആ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരില്ല. എനിക്ക് പിന്നെ ഒരു സിനിമയാണ്, ഷോർട്ട് ഫിലിമാണ്, അത് എടുത്താൽ അത് വെളിയിറങ്ങണം. അത് 10 പേര് ജനങ്ങളെല്ലാവരും കാണണം. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കഥ വന്നാൽ അത് പ്രൊഡ്യൂസർക്കും കൂടെ പൈസ കിട്ടുന്ന പറഞ്ഞാൽ അത് ചെയ്യും. ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചിട്ട് അവര് ഉണ്ണിക്കണ്ണന്റെ ആ ഒരു ഷോട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഇല്ല.
അഭിനയിച്ചതെല്ലാം പടത്തില് എല്ലാത്തിലും സീക്വൻസ് ആയി വന്നിട്ടുണ്ട്. കുറെ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സിനിമയിൽ ഉണ്ണിക്കണ്ണനെ മറക്കാൻ പറ്റാത്ത അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു 4ാം ക്ലാസ്സുകാരൻ ഇവിടം വരെ എത്തുന്നോ, ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ കുറേ കരഞ്ഞിട്ട് ഇപ്പോൾ ഈ നിമിഷം എത്തിയപ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഒരാൾക്ക് ഓരോ വഴിയിൽ അനിയന്മാരും അനിയത്തിമാരും എന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ ബസ്സിൽ നിന്ന് ടാറ്റ തരുമ്പോഴും ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളുണ്ട്. ഓരോ സെറ്റിൽ പോകുമ്പോൾ നമുക്ക് AC റൂം തരുമ്പോഴും ഒരു ജ്യൂസ് തരുമ്പോഴും അതൊക്കെ നമുക്കും അത് തരുമ്പോൾ അത് വാങ്ങുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായി പോയി അതിലും സന്തോഷം. ഇപ്പോൾ എന്നെ ഡയറക്ടർമാർ നേരിട്ട് വിളിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഭാഗ്യം. അപ്പോൾ ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ അതിന് വേണ്ടി കഷ്ടപ്പെടുക, ദൈവം ഇന്നലെ നാളെ നമുക്ക് തരും. ഉണ്ണിക്കണ്ണന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു ഡിഷസ് പറഞ്ഞു കൊടുക്കുമോ പ്രേക്ഷകർക്ക്? ഒന്ന് പറയും. മീന, ചിക്കൻ, ബീഫ്, എന്താണ് ഉണ്ണിക്കണ്ണന് ഇഷ്ടമുള്ള ഭക്ഷണം? ഉണ്ണിക്കണ്ണൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ, ഏത് രീതിക്കായിരിക്കും? അവർക്കൊരു പ്രേക്ഷകർക്ക് ഒരു ടിപ്പ് പറഞ്ഞു. മീൻ കറി ആണെങ്കിലാ, മീൻ കറി ആകുമ്പോൾ നല്ല കട്ടിള മീൻ അച്ഛൻ മീൻ പിടിച്ച് കൊണ്ടുവരും. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആദ്യം ചട്ടി വെച്ച് ലേശം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പിന്നെ വെളുത്തുള്ളിയല്ല കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുന്നേയും മീനിലേക്ക് മീനൊക്കെ നന്നായി കഴുകി വെച്ചിട്ട് കുറച്ച് സബോള, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴട്ടി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് മൂപ്പിച്ചെടുത്ത് കുറച്ച് തക്കാളി ഇട്ടിട്ട് പുളി ഒഴിക്കുക. പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ മീനിട്ട് കുറച്ച് തേങ്ങാപ്പാലോ തേങ്ങ അരച്ചിടുക. എന്നിട്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് ഒരു 2-3 കറിവേപ്പില മേലെ ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ സൂപ്പറായിരിക്കും. അപ്പോൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുമോ ഉണ്ണിക്കണ്ണൻ? ചില നേരത്തൊക്കെ ചെയ്യും. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭാവിയിൽ വരുന്ന ഭാര്യയ്ക്ക് ഒരു യൂസ്ഫുൾ ആവുമല്ലോ അല്ലേ, ഒരു ഹെൽപ്ഫുൾ ആവുമല്ലോ. നമ്മൾ അറിയണ്ട അങ്ങനെ കല്യാണം ഉണ്ടോയെന്ന് ഭാഗ്യം പോലെയാണ്. ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് നടക്കും. എല്ലാത്തിനും ഒരു ജനിച്ച് വരുമ്പോൾ എനിക്കൊരു ഒരാൾ ഇണയുണ്ടാവും, ഒരു കൂട്ടുണ്ടാകുന്ന ഒരു ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒരു വർഷത്തിനുള്ളിൽ നടക്കും. ഇപ്പോഴും ഉണ്ണിക്കണ്ണൻ വിജയന്റെ ഫോട്ടോ ഒക്കെ കഴുത്തിലിട്ട് നടക്കാറുണ്ടോ? ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളത് ഇടയ്ക്ക് എപ്പോഴും അല്ല, എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇപ്പം ആർക്കും ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും ചെയ്യാറുണ്ട്. അതെന്തായാലും അതിലൊരു മാറ്റവും വരില്ല. അതങ്ങനെ എപ്പോഴും ഇന്റർവ്യൂവിന് വരുമ്പോൾ എന്താ കഴുത്തില് വിജയന്റെ ഫോട്ടോ തൂക്കിയിട്ട് വരാഞ്ഞേ? ഇപ്പോഴല്ല, ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിജയണ്ണം വരുന്നവിടെ അങ്ങനെയൊക്കെ. ഇത്രയും ഫാനായിട്ട് ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ കഴുത്തിലൊരു ഫോട്ടോ കെട്ടി തൂക്കണ്ടേ? അത് വേണ്ട. ഇപ്പോൾ ഞങ്ങളൊരു സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. ആ സിനിമയിൽ ചിലപ്പോൾ വലിയ ഡയറക്ടർമാരായിരിക്കും, നടന്മാരാണ്. നമ്മൾ ആ സിനിമയ്ക്ക് വിളിക്കുമ്പോൾ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ ഈ കഴുത്തിൽ ഫോട്ടോ കൊണ്ടിട്ട് പോവോ? അതൊരിക്കലും എവിടെ? അത് മറ്റേ കേക്ക് മുറിക്കാൻ പോയപ്പോൾ അങ്ങനെ ഇന്റർവ്യൂവിൽ എടുത്തപ്പോൾ അവർ ഒന്ന് ഫോട്ടോ ഇട്ട് നിൽക്കുക പറഞ്ഞു. അതങ്ങനെ മറ്റേ തിയേറ്ററിൽ പോയപ്പോൾ അങ്ങനെ ഇന്റർവ്യൂലേക്ക് പോയപ്പോൾ അവർ എടുക്കുക പറഞ്ഞപ്പോൾ എടുത്താണ്. അല്ലാതെ വെറുതെ ഒരു ഇന്റർവ്യൂലേക്ക് ഫോട്ടോ ഇട്ടിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അത് നമുക്ക് ഇഷ്ടമാണ്. ഇന്റർവ്യൂവിൽ പോകുമ്പോൾ അത് നമുക്കത് ഇല്ല. അത് പിന്നെ അവിടെ വനിതാ ഇതിൽ കേക്ക് മുറിക്കാൻ പോയപ്പോൾ അവർ അത്രയും വിശന്ന് നിൽക്കുമ്പോൾ പിന്നെ ഇന്റർവ്യൂ എടുത്ത റോജോ ചേട്ടൻ വിളിച്ചു കൊണ്ടുപോയപ്പോൾ ഭക്ഷണം വാങ്ങിത്തന്ന അങ്ങനെയാണ്. ഈ ഷൂ വാങ്ങിത്തന്ന റോജോ ചേട്ടനാണ്. ഇപ്പോൾ ഞാനൊരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയണ്ണൻ്റെ ഇതിലാണ്. ഇപ്പോൾ പരസ്യത്തിന് പോയപ്പോൾ ഞാൻ തന്നത് പറയില്ല, എനിക്ക് അടിപൊളി ഒരു മുണ്ട് തന്നു ആർദ്രരാജൻ, ഒരു ജുബയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വിഷമോ സങ്കടം ഉണ്ടെങ്കിൽ ഇടാൻ ഡ്രസ്സില്ല, അങ്ങനെ വേദനിച്ച് വിഷമം ഉണ്ടായി. എനിക്കൊരു സംഭവം പണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരാളൊരു ബനിയൻ തന്നിട്ട് ഇതെൻ്റെ ബനിയനാണല്ലോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഇടയ്ക്ക് ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ ഒരാളിനെ കൊണ്ട് പറഞ്ഞു ഇത് ഇന്നലെ ഇട്ട ഷർട്ടാണ്. അങ്ങനെ ആരെങ്കിലും ഒരാളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും വേദനിപ്പിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ അതൊക്കെ വന്ന് ചേരും ദൈവം, നമുക്കത് ഇതാവും. അപ്പോൾ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടോ വേദന ഉണ്ടെങ്കിൽ ഈ 4ാം ക്ലാസ്സുകാർ ഉണ്ണിക്കണ്ണൻ ആലോചിച്ചാൽ മതി. ജീവിതത്തിൽ സങ്കടമോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ തകർന്നു പോകാതെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നേര് വഴി കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഞങ്ങൾ അതിനു വേണ്ടി പോരാടണം. ഒരു പായുന്ന കുതിരയെ പോലെ ഞങ്ങളത് ആ ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങളത് ശ്രമിച്ചാൽ അത് ദൈവം തരും. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മൻസൂറിനെ കുറിച്ച്. അപ്പോൾ ആളെ കുറിച്ച് ഒന്ന് പറയും.
ഇപ്പോൾ മൻസൂറിന് പറഞ്ഞാൽ എറണാകുളത്ത് ഒരു ഓഡീഷന് പോയിട്ടുണ്ടായി. ഈ ഓഡീഷനിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടി. അവിടെ ഒരു 10,000-20,000 30,000 ആളുണ്ടാവും. അതിൽ ആളെ പോലെ ആ ഒരു ചിരിച്ചിട്ടോ അല്ലെങ്കിൽ അത്രയും ആളെ പോലെ 1-2 ആൾക്കാർ നമ്പർ അന്ന് വന്ന ആ ബന്ധം അന്നങ്ങനെ പോവുക. അന്ന് വന്ന് കൈപ്പിടിച്ച് ചേർന്ന് ഒരു അനിയനെ പോലെ ഒരു സ്നേഹബന്ധം പോലെ നമ്മൾ എന്ന് ഹെൽപ്പ് ചെയ്യും. ചെന്നൈ പോകാനും കേക്ക് വാങ്ങാനും പൈസ തന്നു. പിന്നെ എറണാകുളത്ത് കേക്ക് വാങ്ങാനും. ഇപ്പോഴൊരു രക്തബന്ധം ചെയ്യാത്ത പോലെയാണ് മൻസൂർ. അവരിഷ്ടം പോലെ ആളുടെ വിവേക് കൊടുങ്ങല്ലൂർ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പാലക്കാട് ചാമി അച്ഛൻ. അപ്പോൾ സിനിമയിലാണെങ്കിൽ കുറേ പേര്, വിനീതേട്ടൻ, പിന്നെ ടിൻചേട്ടൻ, പിന്നെ പാഷാൺ ഷാജി ഏട്ടൻ, ഇപ്പോൾ അടുത്ത് രമേശ് ഏട്ടനെ വിളിച്ചിട്ടുണ്ട്, കോട്ടയം നസീർക്ക. അങ്ങനെ സിനിമയിൽ ഒരുപാട് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഇനി അടുത്ത ഇൻ്റർവ്യൂവിൽ വീണ്ടും നാഷണൽ ന്യൂസിൽ വരണം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു നൻബി. അയ്യോ താങ്ക് യു നൻബി. അപ്പോൾ ഉണ്ണിക്കണ്ണൻ മംഗളം വെറും ഒരു 4ാം ക്ലാസ്സുകാരനെ ഉണ്ണിക്കണ്ണൻ ഇവിടം വരെ എത്തി. അതെല്ലാവരും സപ്പോർട്ടും എൻ്റെ വിജയനും ദൈവവും എൻ്റെ മൻസൂറും എന്നെ സഹായിച്ച വിവേക് കൊടുങ്ങല്ലൂരും പാലക്കാട് ചാമിയച്ചനും സിനിമ നടന്മാരും സംവിധായകന്മാരും നടീനടൻ എല്ലാവർക്കും ഒരു നന്ദി, നമസ്കാരം. ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കഷ്ടപ്പെടുകയാണെങ്കിൽ, വേദനയ്ക്കുണ്ടെങ്കിൽ അത് ഒരുപാട് സങ്കടപ്പെടുക, വേദനിക്കാതെ പുഞ്ചിരിയോടെ ഏറ്റെടുക്കുക. അത് ഞങ്ങൾക്കൊരു സ്വർഗം തന്നെ ദൈവം തരും. ഒരു അത്രയും എനർജിയോടെ ഒരു പായുന്ന കുതിരയെ പോലെ ഞങ്ങൾ എനർജി ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ ഞങ്ങൾ ആ ലക്ഷ്യത്തെത്തും. ഉണ്ണിക്കണ്ണൻ മകളുടെ ഉമ്മ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.